പള്ളികളും നിങ്ങൾക്ക് കാണാം. ആ പള്ളികളിൽ അറബി ഭാഷയിലല്ല ഖുതുബ നിർവഹിക്കുന്നത്. അറബി ഭാഷയിലല്ല ഖുതുബ നിർവഹിക്കുന്നത്. അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. നബിതങ്ങൾ നിസ്കരിച്ചത് അറബിയിലാണ്. നബിതങ്ങൾ ബാങ്ക് വിളിച്ചത് അറബിയിലാണ്. ജുമഅക്ക് വേണ്ടിയുള്ള ഖുതുബ നിർവഹിച്ചതും അറബിയിലാണ്. കേരളത്തിൽ സ്വഹാബത്ത് പണിത പള്ളിയിലും അവർ അറബിയിലാ ഖുതുബ നിർവഹിച്ച് കാണിച്ചു തന്നത്. ഖുതുബ ഓതണ്ട ഭാഷയും അറബിയാണ്. ഖുതുബ ഓതണ്ട ഭാഷയും അറബിയാണ്. എന്താ സംശയമുള്ളത്? അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർത്തുകൊണ്ട് 1920 കാലങ്ങളിൽ അതുവരെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ആദർശത്തിന്റെ വിഷയത്തിൽ പൊരുത്തക്കേടുണ്ടായിരുന്നില്ല. ആരായി ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചത്? ആരാണ് ഈ ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കിയത്? ആരാണ് ആദർശപരമായ അനൈക്യങ്ങൾ ഉണ്ടാക്കിയത്? ഈ സമുദായത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. ഇസ്ലാം പഠിപ്പിക്കാത്ത പുതിയത് പടച്ചുണ്ടാക്കിയത് പിടിച്ചു വിട്ടുകൊണ്ട് പാരമ്പര്യ ആദർശത്തിലേക്ക് വന്ന് ഈ ഉമ്മത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. ആരാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചത്? ഇന്ന് പലപ്പോഴും ഇസ്ലാമിന്റെ ആദർശം പറയുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പറയുമ്പോ പല ചെറുപ്പക്കാരും തെറ്റിദ്ധരിച്ചു പോകും. നമ്മൾ ഇതൊക്കെ ഒന്ന് പറയണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകും. പറയേണ്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നമുക്ക് താല്പര്യമില്ല. അവര് നേരിന്റെ വഴിയിലേക്ക് വരണം. അവര് സിറാത്തുൽ മുസ്തഖീമിൽ വരണം. അവര് സ്വർഗത്തിന്റെ പാതയിൽ പ്രവേശിക്കണം. അതിന് ഏതാണ് നേരായ വഴി, ഏതാണ് രക്ഷയുടെ മാർഗം, ഇത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ 3 ദിവസത്തെ പരിപാടിയിൽ ഒരു ദിവസം ഇസ്ലാമിന്റെ ആദർശം പറയണമെന്ന് ഈ സംഘാടകർ തീരുമാനിച്ചത്. അള്ളാഹു അവരിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ പഠിക്കണം. സ്വഹാബത്ത് ദീനെത്തിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ അവർ നിർമ്മിച്ച പള്ളിയിലൊക്കെ അറബിയിലാ ഖുതുബ. പിന്നെ ആരാ ഈ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ തുടങ്ങിയത്? അങ്ങനെ ഒരു പള്ളി വേണമല്ലോ കേരളത്തിൽ ആദ്യം. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന കുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് അറബിയിൽ ഖുതുബ ഓതിയ പള്ളി ഏതാന്ന് ചോദിച്ചാൽ നമ്മളെ ആൻസർ എന്താണെന്നറിയോ? കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പള്ളി. ഏത് സുന്നിയാളെ ഉത്തരം അതാ. അത് കൊടുങ്ങല്ലൂരിലെ ചേരമ മസ്ജിദ് പള്ളിയാണ്. എന്നാ അറബി അല്ലാത്ത ഭാഷയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഖുതുബ നിർവഹിച്ച പള്ളി ഏതാ? കേരളത്തിൽ ആദ്യമായിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളി. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ പള്ളി സ്വഹാബത്ത് പണിത പള്ളിയല്ല, താബിഈങ്ങൾ പണിത പള്ളിയല്ല. ആ പള്ളിയുള്ളത് എറണാകുളം ജില്ലയിലെ കൊച്ചിക്കടുത്ത മട്ടാഞ്ചേരിയിലാണ് ആ പള്ളിയുള്ളത്. ആ പള്ളി പണിത വ്യക്തിയുടെ പേര് ശ്രീ ഹാജി അബ്ദുള്ള സേട്ട് എന്നാണ്. ആ പള്ളിയുടെ പേര് പുതിയ പള്ളി എന്നാണ്. അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ ഉണ്ടാക്കിയ പള്ളിയിലാണ് ഈ സമുദായത്തിന് പരിചയമില്ലാത്ത അറബി ഭാഷയിലല്ലാത്ത ഒരു ഖുതുബ പള്ളിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് ദീനെത്തിച്ച കേരളത്തിൽ കേൾക്കേണ്ട ഗതികേട് വന്നത് അങ്ങ് കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളിയിൽ അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ഇനി മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ വലിയ വിവാദമുണ്ടാക്കി കേരളത്തിലെ പുത്തൻവാദികളുടെ ഒരു പ്രമേയം. ആ പ്രമേയം 1936 അൽ മുർഷിദ് എന്ന ഒരു പത്രം, അതിന്റെ പുസ്തകം 2,03,000 ആ പ്രമേയം അവര് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പ്രമേയം ഒന്ന് വായിക്കാം. ഈ ഉമ്മത്തിന്റെ ഐക്യം തകർത്ത പ്രമേയം. ഒരുമയിൽ കഴിഞ്ഞിരുന്ന മുസ്ലിമീങ്ങൾ പള്ളിയുടെ ഉള്ളിൽ പോലും വ്യത്യസ്തമായ രീതികളിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയത് ആരാണ്? ആരാധനയുടെ ഐക്യം തകർത്തത് ആരാണ്? അറബി ഭാഷയിൽ ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാം ഈ ഉമ്മത്തിനെ ഐക്യപ്പെടുത്തി. ആ ഐക്യം തകർത്തു. ഈ പ്രമേയം പറയുമെന്നറിയോ? ഞാനത് വായിക്കാം. മിൻ ഹൈസു ഇന്ന ഖുതുബത്തൽ ജുമുഅത്തിൽ ജാരിയ. ആ പ്രമേയം അങ്ങനെയാണ്. അറബി തിരിയണ ആർക്കും അറിയാം.
എന്താണ് ഈ പറയുന്നത്? മിൻ ഹൈസു ഇന്ന ഖുതുബത്തൽ ജുമഅത്തിൽ ജാരിയ. എന്താ ഈ ജാരിയ എന്ന് പറഞ്ഞാൽ? ഇന്ന് നിലവിൽ നടന്നു വരുന്ന ജുമഅ ഖുതുബ. ഇതൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കുക. ഇവരുടെ പ്രമേയമാണിത്. ഇന്ന് നിലവിൽ നടന്നു വരുന്ന നാട്ടിലെ നിലവിലുള്ള അറബിയിലുള്ള ഖുതുബ, ജുമഅ ഖുതുബ, അതിനെക്കുറിച്ച് ഈ സലഫികൾ പറയാണ്, വഹാബികൾ പറയാണ്, ഗൈറു മഫ്ഹൂമത്തിൽ ലിഅമത്തിന്നാസ്, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തേ കാരണം? ലികൗനിഹാ അറബിയതൻ, ഈ ഖുതുബ അറബിയിലായത് കാരണം. സ്വഅബത്തൽ ഫഹ്മി, മനസ്സിലാക്കാൻ പ്രയാസമുള്ള അറബിയിലാണ് ഖുതുബ. അത് കാരണം പൊതുജനത്തിന് തിരിയുന്നില്ല. എന്നിട്ട് ഇവര് പറയാണ് വൽ ഹഖു, സത്യത്തില് അൻ തകൂന മഫ്ഹൂമതൻ, ഖുതുബ ജനങ്ങൾക്ക് തിരിയണമെന്നാണ്. ഖുതുബ ജനങ്ങൾക്ക് തിരിയണമെന്നാണ്. തുർഷിദു ഹാദിഹിൽ ജംഇയ്യത്തു ഖുതബാ അൽ മസാജിദി വമുതവല്ലിഹാ അൻ യുതർജിമുൽ ഖുതുബത ബിഹൈസു യഫ്ഹമുഹ സാമിഊൻ. അതുകൊണ്ട് ഈ സംഘടന ആഹ്വാനം ചെയ്യുന്നു. ഏത് സംഘടന? 1922 കൊടുങ്ങല്ലൂരിലെ ഏറിയാട്ടിൽ തുടക്കം കുറിച്ച മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന. ആ സംഘടന പരിണമിച്ചതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ആ സംഘടനയുടെ പേരാണ് കേരള സലഫികൾ എന്ന് പറയുന്നത്. ആ സംഘടനയാണ് കേരള വഹാബികൾ എന്നറിയപ്പെടുന്നത്. ഈ സംഘടന ആഹ്വാനം ചെയ്യുന്നു, പള്ളിയിലെ ഖതീബുമാരോട്, പള്ളി മുതവല്ലിമാരോട് ആഹ്വാനം ചെയ്യുന്നത് അയ്യുതർജിമുൽ ഖുതുബത ബിഹൈസു യഫ്ഹമുഹ സാമിഊൻ, ശ്രോതാക്കൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ ഓതണം. അപ്പൊ ഇവരുടെ പ്രമേയത്തിൽ തന്നെ മനസ്സിലായില്ലേ ഈ കേരളത്തിലെ അറബിയിലാണ് ഖുതുബ നിർവഹിച്ചു വന്നിരുന്നത് എന്ന്. എന്നാൽ സത്യത്തിൽ ഖുതുബ ജനങ്ങൾക്ക് തിരിയണം എന്ന് അവർ പറഞ്ഞത്. എന്തേ സ്വഹാബത്തിന് തിരിയാഞ്ഞ്? ഓലിവിടെ തേക്കും കച്ചവടത്തിന് വന്നതല്ല. അവരിവിടെ വന്നത് അള്ളാന്റെ ദീന് പരിചയപ്പെടുത്താനാ. അവർക്കറിയില്ലേ ഈ ഖുതുബ ജനങ്ങൾക്ക് തിരിയണ കോലത്തില്? ഞാനൊരു പള്ളിയിലെ ഖതീബ, ഖുതുബ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് അള്ളി റസൂലും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത പറയേണ്ട കാര്യം എന്താ? ഇല്ലാത്ത പറയേണ്ട കാര്യം എന്താണ്? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഖുതുബ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ജുമാ ശരിയാകൂല എന്നാണ് ഇവർ പറയണെങ്കിൽ, ഈ കേരളത്തിലെ വഹാബികളൊക്കെ അജ്ജിനും ഉംറക്കും പോലില്ലേ? അറബിയിൽ ഏത് ഭാഷയിലെ കുത്തുബോധല്? അവിടെ അറബിയിലല്ലേ കുത്തുബോധ. അപ്പൊ ഇവർക്ക് തിരിയലുണ്ടോ അവിടുത്തെ കുത്തുബ? വളരെ രസകരമാണ് ഇവരുടെ കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവര് പറയുന്നത് ദീനാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. ഇതിലെന്ത് ദീനാണുള്ളത്? ഈ ദീന് നശിപ്പിക്കാൻ, ഈ സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ, ആത്മീയതയെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാര് ഇറക്കുമതി ചെയ്ത സാധനത്തിന്റെ പേരാണ് വഹാബിസ് എന്ന് പറയുന്നത്. എന്റെ സദസ്സിൽ ഒരുപാട് പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ അടുത്ത കാലത്താണ് സൗദിയുടെ കിരീടാവകാശി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ സൗദിയുടെ കിരീടാവകാശി പറഞ്ഞത്? സൗദി അറേബ്യയിൽ വഹാബിസം പ്രചരിപ്പിച്ചത് പടിഞ്ഞാറൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന്. സൗദി ഇന്ന് പലതും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇന്നിപ്പോ ചിലര് ചില കാര്യങ്ങൾ പറയുമ്പോ മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്നൊക്കെ ചിലതിൽ ഇങ്ങനെ ചോദിക്കും. ആദ്യകാല മക്കയും മദീനയും വർത്തമാനകാല മക്കയും മദീനയും സൗദിയുടെ ഹിസ്റ്ററിയും എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ കഴമ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ഞാൻ അതിലേക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞു വന്നത്, സ്വഹാബത്ത് ദീനെത്തിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം. അവര് പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാരാ? അത് അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആളുകളാണ്. എന്ന് വെച്ചാൽ സുന്നികളെ പള്ളിയിൽ അറബിയിലുള്ള ഖുതുബ. എന്തേ കാരണം? സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയിൽ നമുക്കവര് കാണിച്ചു തന്നത് അറബിയിലുള്ള ഖുതുബയാണ്. അറബിയിലാണ് ഖുതുബ ഓതേണ്ടതെന്ന് അവരെ പഠിപ്പിച്ചത് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി നോക്കൂ, ജുമഅക്ക് 2 ബാങ്ക് കാണാം സുന്നികളെ പള്ളിയിൽ. സുന്നികളല്ലാത്ത കക്ഷികളുടെ പള്ളികളിലോ ജുമഅക്ക് ഒരൊറ്റ ബാങ്കേ ഉള്ളൂ. ആരാ
ആരാണ് മുഅ്മിനീങ്ങളെ ഈ രണ്ടാം ബാങ്ക് നടപ്പിലാക്കിയത്? ആരാണ് ഈ രണ്ടാം ബാങ്ക് നടപ്പിലാക്കിയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കേരള മുസ്ലിം ജമാഅത്ത് കൊണ്ടുവന്നതല്ല, സമസ്ത ഒരു പ്രമേയമാക്കി അവതരിപ്പിച്ചതല്ല രണ്ടാമത്തെ ഖുതുബിനെ ബാങ്ക് എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കിയത് സ്വഹാബത്തല്ലേ. ഇസ്ലാമിലെ മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ബാങ്കിനെ കുറിച്ചുകൊണ്ട് എന്താ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചത്? 916 ഹദീസ് ഒന്ന് വായിക്കൂ നിങ്ങൾ. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലെ 916 ഹദീസ് നമ്പറായി കൊണ്ടുവന്ന ഹദീസിൽ ജുമുഅയുടെ രണ്ടാം ബാങ്കിനെ കുറിച്ച് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നത് ഫസബതൽ അംറു അലാ ദാലിക്. ആ ബാങ്ക് സ്ഥിരപ്പെട്ടു. ആ ബാങ്ക് പിന്നെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു. പിന്നീടൊക്കെ 2 ബാങ്ക്, ഹറമിൽ 2 ബാങ്ക്. ഉമ്മമാരെ ഇന്ന് മക്കത്തും മദീനത്തൊക്കെ ജുമുഅക്ക് എത്ര ബാങ്ക്? 2 ബാങ്ക്. കേരളത്തിലെ വക്കാബികൾ ഒറ്റ ബാങ്ക് കൊടുക്കാനുള്ള കാരണം എന്താ? ഓല് പറയൂ അത് നബി ചെയ്തതല്ലേ, അല്ല ഉസ്മാൻ ചെയ്തതല്ലേ, നബി ചെയ്തിട്ടില്ലല്ലോ. നബിദിനം വരുമ്പോ അവര് ചോദിക്കും ഉസ്മാൻ തങ്ങൾ ചെയ്തുക്കണോ? ഓലൊക്കെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്താൽ നമുക്കത് തെളിവാകോ ഇല്ലേ? എന്താ നബി നമ്മളോട് പറഞ്ഞത്? മൻ യഅ്ശു മിൻകും ബഅദി, നിങ്ങൾ എന്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ മതത്തിൽ നിങ്ങൾക്ക് കാണാനാകും. പല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് മതത്തിൽ കാണാനാകും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണേ, എന്റെ ഖുലഫാഇന്റെ ചര്യ മുറുകെ പിടിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഉറക്ക സ്വലാത്ത് എല്ലാം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി പറഞ്ഞതാ, നിങ്ങൾ എന്റെ ഖുലഫാഇന്റെ ചര്യ മുറുകെ പിടിച്ചോളി. നമ്മൾ മുറുകെ പിടിച്ചു. നമുക്ക് മുത്തനബിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വാക്കാണ്. അത് അവിടുന്ന് പറഞ്ഞാൽ മതി. ഇവർക്കുണ്ടോ 2 ഖുതുബ? അല്ല 2 ബാങ്ക്. 2 ബാങ്ക് ഇവർക്കില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു, നബി പറയാത്തൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സ്വഹാബത്ത് നിർമ്മിച്ച ഒരൊറ്റ പള്ളിയിലും പെണ്ണുങ്ങൾ ജമാഅത്തിനും പോയിട്ടില്ല? ഉറപ്പല്ലേ? ഒരു പള്ളിയിലും സ്ത്രീകൾ ജമാഅത്തിന് പോയിട്ടില്ലല്ലോ. അതേ സമയത്ത് കേരളത്തിൽ വഹാബി പള്ളികളിൽ പെണ്ണുങ്ങൾ ജമാഅത്തിന് പോകുന്നു. എന്താ കാരണം? ആരാ പഠിപ്പിച്ചത്? അങ്ങനെ പോയിട്ടുണ്ടോ? ഫാത്തിമ ബീബി പോയിട്ടുണ്ടോ? ആയിഷ ബീബി പോയിട്ടുണ്ടോ? നബിയുടെ ഭാര്യമാരാരെങ്കിലും പോയോ? ഉമ്മമാരെ പോയില്ല എന്ന് ആരാ പറയുന്നത്? ലക്ഷോപലക്ഷം ഹദീസ് മനപ്പാടമുള്ള ശാഫി ഇമാം പറയാണ്, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദ്. നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരൊറ്റ ഭാര്യയും ജുമുഅ ജമാഅത്തിന് പോയതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. ശാഫി ഇമാം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാ അറിയാ? ഷാഫി ഇമാം പറയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഷാഫി ഇമാം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എത്ര പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണെന്നറിയോ? മഹാൻ പറയാണ്, വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന, നമ്മുടെ പൂർവ്വസൂരികളായ മുസ്ലിമീങ്ങളിൽ ഒരാളെയും എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അമറ അഹദൻ മിൻ നിസാഇഹി ബിഇതിയാനി ജുമുഅത്തിൻ വലാ ജമാഅ മിൻ ലൈലിൻ വലാ നഹാർ. രാത്രിയിലോ പകലിലോ ജുമുഅക്കോ ജമാഅത്തിനോ നമ്മുടെ പൂർവ്വസൂരികളായ ഒരാളും അവരുടെ ഭാര്യമാരോട്, അവരുടെ പെൺമക്കളോട്, സഹോദരിമാരോട് ജുമുഅ ജമാഅത്തിന് പോകാൻ വേണ്ടി കൽപ്പിച്ചതായി എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരിമാരറിയണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരറിയണം. പള്ളിയിലുള്ള ജുമുഅക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ, പള്ളി
പള്ളിയിൽ നടക്കുന്ന അന്യപുരുഷന്മാരോടൊത്തുള്ള ജമാഅത്തിൽ മേളിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറയുന്നു, അമറൂഹുന്ന ബിഹി, നമ്മുടെ പൂർവ്വസൂരികളല്ലേ അവരെ ഭാര്യമാരോട് കൽപ്പിക്കുക, നമ്മുടെ മുൻഗാമികളല്ലേ അവരുടെ ഭാര്യമാരോട് കൽപ്പിക്കുക. വഅദിനൂ ലഹുന്ന ഇലൈഹി, അവർക്ക് സമ്മതം കൊടുക്കൂലേ പള്ളിയിൽ പോകാൻ? അതുണ്ടായില്ല. എന്തേ കാരണം? എന്തേ ആയിഷ ബീവി പോകാതിരുന്നത്? ആയിഷ ബീവി പോകാതിരുന്നത് എന്താ? ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരോട് അവിടുന്ന് പഠിപ്പിച്ച നിർദ്ദേശമാണ്. ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാണ്? ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാണ്? ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി അവളെ വീടിന്റെ അന്തർഭാഗമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടോ ഒരു പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുന്നു? ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ തലശ്ശേരി ഭാഗത്തൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ ജുമായത്തിനും പോണ പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങള് ആ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരെ കണ്ടാ ചോദിക്കണം. ഒരു മൗലവിമാരോട് ചോദിച്ചിട്ട് തന്നാ മതി മറുപടി. ഏതെങ്കിലും ഒരു ഹദീസിൽ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ വീട്ടിൽ നിസ്കരിച്ചതിനേക്കാളും അധികം കൂലി പള്ളിയിൽ പോയി നിസ്കരിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന് കിട്ടുന്ന അറിയിക്കുന്ന ഒരു ഹദീസ്, പുണ്യ നബിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് വായിക്കാൻ പറ. ഇല്ല. എന്താ കാരണം? പുണ്യ എവിടെയെന്ന് പറഞ്ഞതറിയാം മുത്തുനബി, പെണ്ണിന് ഖൈറ് വീടാണ്. ഖൈറുള്ള വീടുണ്ടായിട്ട് ഖൈറില്ലാത്ത പള്ളിയിൽ ആയിഷ ബീവി പോവോ? ഫാത്തിമ ബീവി പോവോ? നോക്കൂ നിങ്ങൾ, ആയിഷ ബീവിക്കൊക്കെ പള്ളിയിൽ പോയി ഹബീബായ നബി തങ്ങളെ കൂടെ നിസ്കരിക്കുമ്പോ ഒരു ഫിത്തിനും പേടിക്കണ്ട, ഒരു ഫിത്തിനും ഭയപ്പെടണ്ട. എന്തേ കാരണം? ആയിഷ ബീവിന്റെ വീടും മദീനത്തെ പള്ളിയും തമ്മിലുള്ള അകലം നിങ്ങൾ നോക്ക്. ഇന്ന് നിങ്ങൾ ഖുബ്ബത്തുൽ ഖളറാ കാണുന്നില്ലേ മദീനയില്? അത് ആയിഷ ബീവിന്റെ വീടാണത്. ആയിഷ ബീവിന്റെ വീട്ടിലാണ് പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. നബിമാർ എവിടെ വെച്ചാണോ വഫാത്താകുന്നതെങ്കിൽ അവിടെയാണ് അവരെ അടക്കം ചെയ്യുന്നത്. ആയിഷ ബീവിന്റെ വീട്ടിലാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറുള്ളത്. അപ്പൊ നിങ്ങൾ നോക്ക്, ആ ഗുജറാത്ത് ഷരീഫിൽ നിന്ന് മദീനത്തെ പള്ളിയിലേക്കുള്ള അകലം ഒരു കാലം എടുത്തു വെച്ചാൽ ആയിഷ ബീവിക്ക് പള്ളിയിൽ പോകാമായിരുന്നില്ലേ? ആരാ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നത്? ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഫിത്ന പേടിക്കണോ? എന്തെങ്കിലും ഫിത്ന ഭയപ്പെടണോ? എന്നിട്ടും ആയിഷ ബീവി പോയില്ല. എന്തേ കാരണം? അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ആയിഷ ഇവിടെയുള്ള ജമാഅത്തല്ല പുണ്യം, വീട്ടിലുള്ള നിസ്കാരമാണ്. പെണ്ണിന് അങ്ങനെയാണ്. അതും ഏതാണ് ആ പള്ളി നിങ്ങൾ ആലോചിക്കണം. തലശ്ശേരിയിലെ സലഫി പള്ളിയും മദീനത്തെ പള്ളിയും ഒരുപോലെയാണെന്ന് ധരിക്കരുത്. ഏതാണ് ആ പള്ളിയുടെ മഹത്വം? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സ്വലാത്തും ഫീ മസ്ജിദി തഅദിലു അൽഫ സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദൽ ഹറാം. ലോകത്ത് ഏറ്റവും പുണ്യമുള്ള രണ്ട് പള്ളി അത് മസ്ജിദുൽ ഹറാമാണ്, ഒന്ന് മദീനത്തെ പള്ളിയാണ്. എത്രയാണ്? ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിച്ചതിന്റെ കൂലിയല്ലേ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത്? ആ പുണ്യമേറെയുള്ള പള്ളിയിൽ പോലും നബി പത്നിമാര് പോയില്ല എങ്കിൽ ആരാണ് ഈ മുസ്ലിം സഹോദരിമാരെ പള്ളിയിലേക്ക് എഴുന്നള്ളിച്ചത്? ആരാണ് എഴുന്നള്ളിച്ചത്? അത് അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദീനിലുണ്ടോ? പരിഷ്കാരത്തിന്റെ പേരിൽ മുസ്ലിം പെണ്ണുങ്ങളുടെ ഈ പള്ളിപ്രവേശനം പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യമല്ലേ സഹോദരങ്ങളെ? അങ്ങനെ തുടങ്ങി പലതും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 1920 കാലം വരെ ഈ വക സാധനമൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നബിയുടെ കാലത്ത് ദീനെത്തിയ ഒരു നാട് എത്ര മനോഹരമായി ആദർശ ഐക്യത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു നാടാ നമ്മുടെ കേരളം. അങ്ങനെയാണ് 1922 പുതിയ വാദങ്ങളുമായി ചില കക്ഷികൾ വന്നത്. ആ കക്ഷികളെ പ്രതിരോധിക്കാൻ ആ കാലഘട്ടത്തിലെ ഉലമാവ് സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെയാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന പിറവിയെടുക്കുന്നത്. സമസ്ത പിറക്കാനുള്ള കാരണം തന്നെ ബിദ്അത്തിനെ പ്രതിരോധിക്കാനാണ്. സകല ബിദ്അത്തിനെയും തുറന്നു കാണിച്ചു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുമായി എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായ രീതിയിൽ സമസ്ത ഇവിടെ കൃത്യമായി പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ഏതു പ്രസ്ഥാനങ്ങളാണെങ്കിലും വ്യത്യസ്തമായ ബിദ്അഈ കക്ഷികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആദ്യം കടന്നു വന്നത് കേരളത്തിലെ വഹാബി പ്രസ്ഥാനമാണ്. അവരിന്ന് പല തട്ടുകളും വിവിധ വിഷയങ്ങളുമായി അവർ പോവുകയാണ്. അതിനുശേഷം കടന്നു വന്നു ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നു, തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നു.
ആ സമയങ്ങളിലൊക്കെയും സമസ്ത വ്യക്തമായ രീതിയിൽ നിലപാട് പറഞ്ഞു. ഇപ്പൊ വിദേഹത്തിനൊക്കെ എല്ലാവർക്കും ഈ വഹാബികളൊക്കെ എല്ലാവർക്കും തിരിയൽ തുടങ്ങി. കാരണം അവരുടെ ആശയത്തിൽ ഒരു കണിശതല്ല. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. ഇപ്പൊ ഒരു കൂട്ടർ മുജാഹിദ് ഇപ്പൊ എവിടെ എത്തിക്കുന്ന അറിയങ്ങൾ? ഇപ്പൊ നമ്മള് ഇവിടുന്ന് മദീനയിലേക്ക് ഒരു സലാം പറഞ്ഞാൽ അത് കണ്ട് മടക്കാൻ പ്രയാസമാണ്. അതേ സമയത്ത് ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ അത് ചിലപ്പോ മടക്കി കൂടായില്ല. അവിടെ എത്തിക്കുന്ന ഇപ്പൊ ഒരു ടീം. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടിയൊക്കെ നമ്മൾ ആദർശ പ്രഭാഷണങ്ങൾ നടന്നോട്ടെ. തലശ്ശേരി പാലത്തുമെന്ന് സലാം പറഞ്ഞയച്ചാലും അവിടെ എത്തുന്നുള്ളൂ ഇവരെ കൊണ്ട് നമ്മൾ പറയും. ഞാൻ അത് വെറുതെ പറയല്ല. തൗഹീദ് ഒരു പഠനം എന്ന പേരിൽ ഒരു മൗലവി ഒരു പുസ്തകം എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഈ സദസ്സിൽ ചെറുപ്പക്കാരുണ്ടല്ലോ, തൗഹീദ് ഒരു പഠനം. ആരാ പുസ്തകം എഴുതിയതെന്നറിയോ? കൊട്ടപ്പുറം സംവാദം നടന്നില്ലേ 1983 നമ്മളെ മുത്തു ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് നയിച്ച സംവാദം. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആയുസ് കൂട്ടി കൊടുക്കട്ടെ. ആ സംവാദത്തിൽ വഹാബി പക്ഷത്തിൽ നിന്ന് വിഷയം അവതരിപ്പിച്ച മൗലവി CP ഉമർ സുല്ലമി, അയാൾ എഴുതിയ പുസ്തകമുണ്ട് തൗഹീദ് ഒരു പഠനം. നിങ്ങൾ ആ പുസ്തകത്തിന്റെ 210 പേജ് ഒന്ന് വായിക്കും. 210 പേജ്. ഓൺലൈനിലൂടെ എന്റെ പ്രസംഗം കേൾക്കുന്ന സലഫികൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഞാൻ ഈ പറയുന്ന ആശയം ആ പുസ്തകത്തിൽ ഉണ്ടോന്ന് പരിശോധിക്കുക. എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത് അറിയോ? ഒരു വ്യക്തി ഒരു എഞ്ചിനീയറോട് സഹായം ചോദിക്കുമ്പോൾ അയാളെ കഴിവിൽപ്പെട്ടത് ചോദിക്കണം. ഒരു വൈദ്യന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുമ്പോൾ അയാളെ കഴിവിൽപ്പെട്ടത് ചോദിക്കണം. ഇനി തിരിച്ചു ചോദിച്ചാലോ? ഒരു ഉദാഹരണത്തിന്, ഒരു എഞ്ചിനീയറോട് ഇപ്പൊ ഒരാള് ഈ സദസ്സിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കണറിയോ? എന്താന്നറിയില്ല, എനിക്ക് വല്ലാത്ത വയറിനൊരു അസ്വസ്ഥത, എന്താ സാറേന്ന് ചോദിച്ചാൽ അതോടുകൂടെ ഈ ചോദിച്ചോ മുശ്രിക്കായി. പണ്ടൊക്കെ ശിർക്ക് കുത്തുബിയത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ ഒരു ശിർക്ക് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയതൊരു മക്കാമിലെങ്കിലും പോകേണ്ടിയിരുന്നു. ഇപ്പൊ എഞ്ചിനീയറോട് എഞ്ചിനീയറെ കഴിവിൽ പെട്ടതല്ലത്, അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാളോട് പൈസ ചോദിക്കുകയാണ്. മോളെ കല്യാണൊക്കെ റെഡി ആയിരുന്നു. അജയരെ മോളെ കല്യാണൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങളൊരു 3 ലക്ഷം റുപ്യ വായ്പ തരണട്ടാന്ന് പറഞ്ഞാൽ ആജേർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മുശ്രിക്കായി. ഇവരൊക്കെ നമ്മളെ ദുനിയാവില് നമ്മളെ ഇടയിൽ ജീവിക്കുന്നുണ്ടല്ലോ, മതത്തിന്റെ പേരിൽ നിന്ന് ആലോചിച്ചിട്ടാ എനിക്കൊക്കെ നാണക്കേട്. ഈ ഉമ്മത്തിനെ എരപ്പാക്കണ ഒരുപാട് ശിർക്കന്റെ ഫത്വകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ മതം എവിടെ എത്തി? എത്ര സുന്ദരമായ ഒരു മതാണ്. എന്നിട്ട് പേരുദോഷം എന്താണെന്നറിയോ? ഈ മതത്തെ വഷളാക്കണ ആരാ? സുന്നികളാണ്. എല്ലാ വേണ്ടാത്തൊരു ചെയ്യണു വരാ. ഇപ്പൊ ഇവരിലേക്ക് ആളുകൾ പോക്കൊക്കെ കുറവാ. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇവരാകെ പല കക്ഷികളായി. മാത്രല്ല കാസർഗോഡ് പറഞ്ഞത് തിരുവനന്തപുരത്ത് അതേ ഗ്രൂപ്പിൽപ്പെട്ട മൗലവി തിരുത്തന്റെ ഗതികേടായി. എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ കാസർഗോഡ് ഒരു ഗ്രൂപ്പ് മുജാഹിദിന്റെ വേദിയിൽ വെച്ച് പറഞ്ഞു, ഉമ്മമാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. എന്ത്? നമ്മൾ ഈ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്കു ഇടത്തേ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കൂലേ? അത് വേണ്ടാന്നപ്പ കാസർഗോഡ് ഒരു മൗലവി പറഞ്ഞു. അതേ ഗ്രൂപ്പിന്റെ മൗലവി കോഴിക്കോട് നിന്ന് തിരുത്തിയിട്ട് പറഞ്ഞു, അത് അയാളത്ത് വന്ന അബദ്ധമാണ്, അങ്ങനെ പറയാൻ പാടില്ല. ബാങ്കു ഇക്കാമത്തും കൊടുക്കണ്ടാന്ന്. കാരണം എന്താ അറിയോ? പിശാചിന് നല്ല ഇഷ്ടപ്പെട്ട ഫത്വ ഇവർ കൊടുക്കുന്നത്. എന്തിനാ നമ്മൾ ബാങ്ക് കൊടുക്കുന്നത്? ഒരു കുഞ്ഞ് ഈ ഭൂമി ലോകത്തേക്ക് വീണാല് ആദ്യമായി ഭൂമി ലോകത്ത് നിന്ന് കേൾക്കേണ്ട ശബ്ദം അത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദമാണ്, അല്ലാഹ് എന്നുള്ള ശബ്ദം. അതിനാ ബാങ്ക്. ആ ബാങ്ക് കേട്ടാൽ ഉമ്മുസുബിയ എന്ന് പറയുന്ന പിശാച് ബാധ കുട്ടികളെ ഏൽക്കൂലാന്നാ പണ്ഡിതന്മാര് വിശദീകരിച്ചു പഠിപ്പിച്ചെന്നത്. മുത്തുനബി തങ്ങൾക്ക് പേരക്കുട്ടികളുണ്ടായി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. മുത്തുനബി തങ്ങൾക്ക് പേരക്കുട്ടികളുണ്ടായപ്പോ കൊടുത്തു. ഇവർക്ക് അംഗീകരിക്കാവുന്ന ഇവരുടെ നേതാക്കൾ തന്നെ ഇത്തരം ഹദീസുകളെ സ്വഹീഹായി ഉദ്ധരിച്ചു. പക്ഷെ ഇപ്പൊ അടുത്ത് പറഞ്ഞു തുടങ്ങുക ബാങ്ക് കൊടുക്കണ്ട. നല്ല രസമുള്ള പരിപാടിയാ. കോഴിക്കോട് ഒരു കൂട്ടർ മുജാഹിദ് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തില് കുട്ടശ്ശേരി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞൊരു മൗലവി ഉണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള മൗലവിയാ. അയാൾ പറഞ്ഞ എന്താ നിങ്ങള്, ഈച്ച വെള്ളത്തിൽ വീണാൽ, ബുഖാരിയിലെ ഒരു ഹദീസാണ്, ഈച്ച ഒരു വെള്ളത്തിൽ വീണ എന്താ ചെയ്യണ്ട്? ഈച്ചനെ മുഴുവനായിട്ട് മുക്കണം. മൗലവി പറയാണ്,
ആ ഹദീസ് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ നബി പറഞ്ഞല്ലേ, നബി പറഞ്ഞോട്ടെ. നബി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഹദീസാണ് കേൾക്കരുത്. അതിന് മുജാഹിദ് ചില ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ട്, നിബന്ധന വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്തെന്നറിയോ? അതിലൊന്ന് പറയുന്നത്, ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഇവർ പറയുന്നത് എന്തറിയോ? ഖുർആനിന് എതിരാകാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലു. ഹദീസ് ഉണ്ടോ ഖുർആനിന് എതിരാകുന്നത്? ഈ മൗലവിമാരെ വിവരക്കേടല്ലേ ഈ സമൂഹം കേൾക്കേണ്ടി വരുന്നത്? ഓ എന്റെ സഹോദരങ്ങളെ, ഖുർആനിന്റെ വ്യാഖ്യാനമല്ലേ മുത്തുനബി തങ്ങളെ ജീവിതം. അള്ളയും റസൂലും തമ്മിൽ സംഘട്ടന ഉണ്ടാകോ? എന്തൊരു എരപ്പത്തരമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മൗലവിമാര് പറയുന്നുണ്ട് ചില ഹദീസുകൾ ഖുർആനിന് എതിരാണെന്ന്. ഏതാണ് ഹദീസ്? ഹദീസ് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. ഏതാണ് ഹദീസ് എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മയ്യത്ത് ഖബറടക്കം ചെയ്തു കഴിഞ്ഞാൽ, ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, വതവല്ലാ അൻഹു അസ്ഹാബുഹു, ആ മയ്യത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ ആ ഖബറിന്റെ സമീപത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ, വഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരിപ്പടിക്കാലിന്റെ ശബ്ദം ഖബറാളി കേൾക്കും. അപ്പൊ മയ്യത്ത് കേൾക്കും. ഇത് ഖുർആനിനെതിരാണ്. ഖുർആനിനെതിരായ ഹദീസായിട്ട് ഉദാഹരണം കൊണ്ടുവരുന്നത് ഈ ഹദീസാ. എത്ര വലിയ വിവരക്കേടാണ്. അപ്പൊ ഈ ഹദീസിന് എതിരായിട്ട് ഒരു ആയത്തുണ്ടോ? ഉണ്ട് എന്നാ മൗലവിമാര് പറയുന്നത്. ഉമ്മമാരെ വിവരക്കേടാണ് അയച്ച പറയുന്നത്. ഏതാണോ ഒരു പറയുന്ന ആയത്ത് അറിയങ്ങള്? അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിലെ 80-ാം വചനാണ്. അതിന് ഇവര് പഠിച്ച അർത്ഥമല്ല ഇതിനുള്ളത്. അവിടെയാ പ്രശ്നോ. സ്വന്തം നിലക്ക് ഖുർആൻ പഠിക്കാൻ പോകരുത്. മുഫസ്സിറുകൾ എങ്ങനെ ഖുർആൻ വ്യാഖ്യാനിച്ചു അതുപോലെ പഠിക്കണം. എന്നാ മുസീബത്ത് ഉണ്ടാവൂല, അല്ലെങ്കിൽ വൈരുദ്ധ്യമൊക്കെ തോന്നും. ഏതാണ് ആയത്ത്? അത് ഞാൻ പറയാം. ഇന്നക ലാ തുസ്മിഉൽ മൗത. ഇവര് പറയൽ എന്താ ഇതിനർത്ഥം? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞ എന്താ വഹാബികൾ കൊടുക്കാറുള്ള അർത്ഥം? നിങ്ങൾ മരിച്ചോര് കേൾക്കൂല. ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. അതല്ല ഇതിനർത്ഥം. അതിന്റെ അർത്ഥം അതല്ല. ഓൺലൈനിൽ കേൾക്കുന്നുണ്ടാവൂലോ മൗലവിമാര്, നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടാവും ഞാൻ അത് പറയുമ്പോൾ. എനിക്കറിയാം അതിന്റെ അർത്ഥം അതാ. എന്തിനാ ഈ ഉമ്മത്തിനോട് നുണ പറയും നിങ്ങള്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കണത്? ഉള്ളത് പറഞ്ഞു പഠിപ്പിക്കും. അതിന്റെ അർത്ഥം മരിച്ചോര് കേൾക്കൂല എന്നാ. സഹോദര, ഇമാം തൊബരിയുടെ തഫ്സീർ ഒന്ന് വായിക്ക്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറയുന്നുണ്ട്, വഖൗലുഹു ഇന്നക ലാ തുസ്മിഉൽ മൗത യഖൂൽ, അല്ലാഹ് പറയുന്നത് എന്തറിയോ? ഇന്നക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ലാ തഖ്ദിറു, നിങ്ങൾക്ക് കഴിയൂല, അൻ തുഫഹിമൽ ഹഖ മൻ തബഅ അല്ലാഹു അലാ ഖൽബിഹി ഫഅമാത, ഹൃദയം മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയൂല. ഏയ് നമ്മൾ സാധാരണ ചില രക്ഷിതാക്കൾ പറയലുണ്ടല്ലോ, സാദേ എന്റെ മൂത്തൊരു ചെക്കനുണ്ട്, ഇത്ര പറഞ്ഞാലും കേൾക്കൂല. അതിന്റെ അർത്ഥം എന്താ? ഓൻ ചെവിപ്പൊട്ടനാണ് അതിന്റെ അർത്ഥം. അനുസരണയുടെ കേൾവി കേൾക്കൂല എന്നല്ലേ ഇതേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എന്നിട്ട് മരിച്ചോര് കേൾക്കൂല. മുത്തുനബി തങ്ങൾ പറഞ്ഞതാ, മയ്യത്ത് കേൾക്കും. സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ഇവർക്ക് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഖുർആനിനെതിരാകാൻ പാടില്ല. സഹോദരങ്ങളെ, മഹാനായ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബി വര്യനാണ്. അവർ ചെയ്ത വസിയ്യത്ത് കാണാം. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അവിടുന്ന് പറയുകയാണ്, ഫൈദാ ദഫൻതുമൂനി, നിങ്ങൾ എന്നെ മറവ് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ മറവ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടണം. സുമ്മ അഖീമു ഹൗല ഖബ്രി ഖദ്റ മാ തുൻഹറു ജസൂറും വയുഖ്സമു ലഹ്മുഹാ. മഹാനവറുകൾ പറയുന്നത്, അതിനുശേഷം ഖബറിന്റെ ചാരത്ത് നിങ്ങൾ അതിന്റെ ചുറ്റുവട്ടത്ത് ഒരല്പസമയം നിൽക്കണേ. ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ സമയം നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്ത് ചെലവഴിക്കണേ എന്ന് സ്വഹാബി വര്യനായ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഹത്താ അസ്തഅനിസ ബിക്കും, ഞാൻ നിങ്ങളെ കണ്ട് സന്തോഷിക്കാനാണ്. ആ ഖബറിന്റെ പരിസരത്ത് നിൽക്കുന്നവരെ കണ്ടിട്ട് ഖബറാളി സന്തോഷിക്കാനാണ്. ആലോചിച്ചു നോക്കി. അപ്പൊ മരിച്ചോര് കേൾക്കുമെന്ന് വെച്ചാൽ മരിച്ചോര് കേൾക്കും. അപ്പൊ ഇവര് പറയാണ്, ആയത്തിനെതിരാകാത്ത ഹദീസായിരിക്കണം. ഇതൊരു കഷ്ടം. പിന്നെന്ത് വേണം? ബുദ്ധിക്കെതിരാകാൻ പാടില്ല, ശാസ്ത്രത്തിനെതിരാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈച്ച വീണ ഹദീസ് ഇവർക്ക് സ്വീകാര്യമല്ലാത്തത്. ഈച്ച വെള്ളത്തിൽ വീണാൽ
14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, ആ ഈച്ചയെ മുഴുവനായി മുക്കണം. എന്തിനാ മുക്കുന്നത്? ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമാണെങ്കിൽ അതിന്റെ മറ്റേ ചിറകിലുള്ളത് ഔഷധമാണ്. ലോകത്ത് ഏതെങ്കിലും ഇന്നോളമുള്ള ഒരു ശാസ്ത്രജ്ഞൻ പുണ്യനബിയുടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഈച്ചയുടെ മറുചിറകിൽ ഈ വിഷത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഔഷധമില്ല എന്ന് പഠനത്തിൽ തെളിയിച്ചതായി ഏതെങ്കിലും ഒരു വഹാബിക്ക് അത് തെളിവ് സമേതം സമർത്ഥിക്കാൻ കഴിയും? ഡോക്ടർ കൈറോത്തമീസ് ക്രൈസ്തവ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈച്ച വെള്ളത്തിൽ വീണ സമയത്ത് അതിനെ മുഴുവനായി മുക്കിയപ്പോഴും വീണ സമയമുള്ള വെള്ളവും തമ്മിൽ ഞാൻ പഠന വിധേയമാക്കിയപ്പോൾ എനിക്ക് ചില വ്യത്യാസങ്ങൾ എനിക്ക് ആ വെള്ളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. വിവരക്കേടല്ലേ പറയുന്നത്?